സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പെത്തി. വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്യുന്നത്. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ആദ്യഘട്ട പെൻഷൻ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അറിയിപ്പെത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിഷു കേന്ദ്രീകരിച്ചിട്ടുള്ള 1600 രൂപ എത്തിച്ചേർന്നിരുന്നു. തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന 27 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ളവർക്കും തുക എത്തിച്ചേരും. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിലായി 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത്. സേവന സൈറ്റ് സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. ഇവർക്കുള്ള തുകയും ഈ ആഴ്ചയോടെ എത്തിച്ചേരും. ഒരു മുടക്കവും കൂടാതെ 1600 രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പെത്തി. 3 മാസത്തിലെ പെൻഷൻ തുകയിലെ ഒരു ഗഡു കൂടി സർക്കാർ വിതരണം ആരംഭിക്കുന്നു. ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത, വിതരണം, നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് പുതിയ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് ഒരു പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ കൂടി ഹാജരാക്കണം എന്നുള്ള അറിയിപ്പ് കൂടി നേരത്തെ എത്തിയിരുന്നു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി ഈസ്റ്റർ പ്രമാണിച്ച് 1600 രൂപ കൂടി എത്തിച്ചേരും. സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് ഈസ്റ്ററിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നത്. വിഷുവിന് മുന്നോടിയായി സർക്കാർ പ്രഖ്യാപിച്ച തുക ചൊവ്വാഴ്ചയോടെ കൂടുതൽ വിതരണം സജീവമാക്കും. ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കുവാനാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിനുശേഷം പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡു കൂടി വിതരണം ചെയ്യുവാനാണ് തീരുമാനം. വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക.